ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കായി അർജന്റീനയും ബ്രസീലും കളത്തിലേക്ക്. ബ്രസീൽ നാളെ പുലർച്ചെ 4:30-ക്ക് ഇക്വഡോറിനെയും അർജന്റീന രാവിലെ 6:30-ക്ക് ചിലിയെയും നേരിടും. 2026 ലോകകപ്പിനുള്ള ടിക്കറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ഇനി പരീക്ഷണങ്ങൾക്കുള്ള അവസരം. 4 റൗണ്ട് മത്സരങ്ങൾ ബാക്കി നിൽക്കുകയായിരുന്നു മെസ്സിപ്പട ലോകകപ്പിന് യോഗ്യത ഉറപ്പിച്ചത്. ചിലയ്ക്കെതിരായ മത്സരത്തിൽ സസ്പെൻഷനും പരുക്കും മൂലം ചില സ്ഥിരം പേരുകൾ ടീമിൽ കണ്ടേക്കില്ല. ഇതിൽ പ്രധാനം നായകൻ ലിയോണൽ മെസ്സിയുടെ തന്നെ. പരുക്കുമൂലം മെസ്സിയുടെ കാര്യത്തിൽ ഉറപ്പു പറയാനാകില്ലെന്നായിരുന്നു വാർത്താ സമ്മേളനത്തിലെ സ്കലോണിയുടെ പ്രതികരണം. ലൗട്ടാറോ മാർട്ടിനസിന് വിശ്രമം നൽകുന്നതോടെ ജിലിയാനോ സിമിയോണി ആയിരിക്കും മുന്നേറ്റത്തിൽ ഹൂലിയൻ അൽവാരസിനൊപ്പം. നീക്കോ പാസിനും ആദ്യ 11-ൽ അവസരം കിട്ടുമെന്ന് റിപ്പോർട്ടുകൾ. ബ്രസീലിൽ ഡോൺ കാർലോ യുഗത്തിന് തുടക്കമാവുന്നു. കാർലോ ആഞ്ചലോട്ടി പരിശീലകനായതിനു ശേഷമുള്ള ആദ്യ മത്സരത്തിൽ കാനറികൾ ഇക്വഡോറിനെ നേരിടും. കഴിഞ്ഞ മത്സരത്തിൽ അർജന്റീനയോടേറ്റ 4-1 കനത്ത തോൽവിക്ക് പിന്നാലെയായിരുന്നു ഡോറിവാൾ ജൂനിയറെ ബ്രസീൽ പുറത്താക്കിയത്. വിനീഷ്യസ് ജൂനിയർ, റഫീഞ്ഞ, അലിസൺ തുടങ്ങി വമ്പൻ താരങ്ങൾ ഏറെയുണ്ടെങ്കിലും ഒത്തിണക്കമില്ലാത്തതാണ് ടീമിന്റെ പ്രശ്നം. ആഞ്ചലോട്ടിയുടെ വരവോടെ ഇതിന് മാറ്റമുണ്ടാകുമെന്നും എല്ലാ ലോകകപ്പുകളിലും കളിച്ച ഏക ടീമെന്ന തങ്ങളുടെ റെക്കോർഡിന് ഇളക്കം തട്ടില്ലെന്ന പ്രതീക്ഷയിലാണ് മഞ്ഞപ്പട. സ്പോർട്സ് ഡെസ്ക് 24.